നമസ്കാരം. കേരളത്തിലെ സർവകലാശാലകൾ അറിവിന്റെ കേന്ദ്രങ്ങളാണോ അതോ രാഷ്ട്രീയ യുദ്ധഭൂമിയോ? ചരിത്രത്തിലെ തന്നെ ഏറ്റവും കലുഷിതമായ ഭരണഘടനാ പ്രതിസന്ധിയിലൂടെയാണ് ഏറെ നാളായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കടന്നുപോകുന്നത്. ഐഷി ഘോഷിന്റെ പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ചെങ്കിലും വിലക്ക് ലംഘിച്ച് സെമിനാർ ഹാൾ തള്ളിത്തുറന്ന് SFI ഇന്ന് പരിപാടി നടത്തി. BCയുടെ സംഘപരിവാർ മനസ്സാണ് പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ കാരണമെന്നാണ് SFI ആരോപിക്കുന്നത്. കാലടി സർവകലാശാലയിലെ സിസ തോമസിനെതിരായ പ്രതിഷേധത്തിൽ 4 SFI പ്രവർത്തകർ അറസ്റ്റിലായി. പ്രാകൃതമായ പ്രതിഷേധമാണ് SFI നടത്തിയതെന്നും ശിക്ഷ ഉറപ്പാക്കുമെന്നുമാണ് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. RSSന്റെ ദാസ്യപ്പണിയാണ് പോലീസ് എടുക്കുന്നതെന്ന് SFI ആരോപിക്കുന്നു. RSS വേദികളിലെ സ്ഥിരം സാന്നിധ്യമായ ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിനെതിരെയും പ്രതിഷേധം ശക്തമാക്കുകയാണ് SFI. അറിവിന്റെ കേന്ദ്രങ്ങളാകേണ്ട കേരളത്തിലെ സർവകലാശാലകൾ രാഷ്ട്രീയ പോർവിളികളുടെയും ജനാധിപത്യ വിരുദ്ധമായ വിലക്കുകളുടെയും വേദിയായി മാറിയിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ അധികാര പോരിന്റെ കാലമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെങ്കിൽ സർക്കാർ RSSനും BJPക്കും വിധേയപ്പെടുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്നത്. വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്തും പരിപാടിക്ക് വിലക്കേർപ്പെടുത്തിയും ക്യാമ്പസുകളെ നിശബ്ദമാക്കാൻ നീക്കം നടക്കുന്നുണ്ടോ? അതോ സർവകലാശാലകളെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ അരങ്ങാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണോ നടക്കുന്നത്? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ ശ്രീ PS സഞ്ജീവ് SFIയെ പ്രതിനിധീകരിച്ച്, ഷാജർ ഖാൻ വിദ്യാഭ്യാസാവകാശ പ്രവർത്തകൻ, ആൻ സെബാസ്റ്റ്യൻ KSU പ്രതിനിധി, ശ്യാം രാജ് BJP പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PS സഞ്ജീവ്, ഇന്ന് കണ്ണൂർ സർവകലാശാലയിൽ സംഭവിച്ചത് എന്താണ് ആ പരിപാടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശം? അതിൻ്റെ ചട്ടപ്രകാരം നടപടികൾ നീക്കിയില്ല എന്നുള്ളതാണ്. അതിനുമപ്പുറം ഈ ഐഷി ഘോഷിന്റെ സാന്നിധ്യം അതില്ലാതാക്കാനുള്ള RSS ശ്രമമാണ് ഇത് എന്ന് ആരോപിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഒന്ന്, ഈ പരിപാടി മുന്നേ നിശ്ചയിച്ച പരിപാടിയാണ്. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി മുന്നേ അറിയിച്ച് അവിടെ പങ്കെടുപ്പിക്കാൻ മുന്നേ തീരുമാനിച്ച് നോട്ടീസ് നൽകിയ പരിപാടിയാണ്. അതോടൊപ്പം പെർമിഷൻ ഞങ്ങൾ മെയിൽ വഴിയും അല്ലാതെയും ഒക്കെയും ആ ക്യാമ്പസിന്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയതാണ്. JNUSUവിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഐഷി ഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലക്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ആ ക്യാമ്പസിലെ ഭാരവാഹികളെ, പ്രത്യേകിച്ച് യൂണിയൻ ചെയർമാനെയൊക്കെ അറിയിക്കുന്ന നിലയുണ്ടായത്. അപ്പൊ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ അതിലെ പ്രതിഷേധം അറിയിച്ചതാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് പ്രത്യേകം അവിടെ പറഞ്ഞതാണ്. അതിന് കാരണമായി പ്രത്യേകിച്ച് VC നൽകിയ എക്സ്പ്ലനേഷൻ, ഞങ്ങൾ പലരും അവരെ ബന്ധപ്പെടുമ്പോൾ, സർവകലാശാല യൂണിയൻ ഭാരവാഹികളൊക്കെ ബന്ധപ്പെടുമ്പോൾ VC നൽകിയ എക്സ്പ്ലനേഷൻ, ഡൽഹിയിലെ ജന്തർ മന്തർ സമരത്തിൽ ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ണൂർ സർവകലാശാലയിൽ കൊണ്ടുവരുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. PMOയുടെ ഓഫീസ് എന്ന് വരെ വിളിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിളി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് കേട്ടാണ് ഈ നാട്ടിലെ KSU, കോൺഗ്രസും അതിന്റെ മന്ത്രിയൊക്കെ ഞങ്ങളോട് കൃത്യമായി നിങ്ങൾ പെർമിഷൻ എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ന് കോൺഗ്രസിനും അതിന്റെ മന്ത്രിക്കും ഇവിടെ ഇരിക്കുന്ന ആൻ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വിശ്വാസം സംഘപരിവാറിനെയാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ്, അവരുടെ കാര്യങ്ങൾ കൃത്യമായി സർവകലാശാലയിൽ നടപ്പിലാക്കി കൊടുക്കുന്ന ഇത്തരം VCമാരാണ്. അത് കണ്ണൂരിൽ മാത്രമല്ല. ഇപ്പൊ സേബ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മറ്റൊരു അനുചരൻ ഇന്നിപ്പോ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്നുണ്ട്, RS ശശികുമാർ. അദ്ദേഹം ഉൾപ്പെടെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ കുഴലൂത്താണ്. ഇപ്പൊ കേരള സർവകലാശാലയിൽ സമാനമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുകയാണ്. അവിടെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന ഇല്ല. MG സർവകലാശാലയിൽ സമാനമായി വിദ്യാർത്ഥികൾ പ്രശ്നം നേരിടുകയാണ്. അവിടെ KSUവിലെ MSF ഇല്ല. അവിടെയും SFI സമര രംഗത്താണ്. അവിടെ VCയും SFIയും തമ്മിലാണ് പ്രശ്നം. ഇപ്പോ കാലടി സംസ്കൃത സർവകലാശാലയിൽ 28 ദിവസമായി SFI സമരത്തിലാണ്. ഈ സമരം SFIയുടെ വ്യക്തിപരമായ കാര്യമാണ്. അതാണ് രണ്ടാമത്തെ ഒരു വിഷയം. എന്താ വിഷയം? PhD വിദ്യാർത്ഥികൾ തൊട്ട് ഡിഗ്രി വിദ്യാർത്ഥികൾ തൊട്ട് എല്ലാ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നതും 10 ക്യാമ്പസുകളിൽ അധ്യാപകരില്ല എന്ന നിലയിൽ ആ സർവകലാശാല തന്നെ പൂട്ടിപ്പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ
ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഇന്നിപ്പോ പോലീസിനെ ഇറക്കി. ഇന്ന് ആ മണ്ഡലത്തിലെ തന്നെ MLA ആയ മന്ത്രി 28 ദിവസങ്ങൾക്ക് ശേഷം വാതുറന്നു SFIക്കെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ ആ വിഷയം ഇതുവരെ അദ്ദേഹം അഡ്രസ് ചെയ്തിട്ടില്ല, VC അഡ്രസ് ചെയ്തിട്ടില്ല. ഇന്ന് കൊല്ലത്ത് ഒരു പരബ്രഹ്മ നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അവിടെ മാർച്ച് നടത്തിയത് SFI മാത്രമാണ്. തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി, കന്യാകുമാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെയും SFI ആണ് മാർച്ച് നടത്തിയത്. തീർച്ചയായും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുക എന്നതാണല്ലോ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കടമ. അതിൽ ഇടപെടുക, അതിനുവേണ്ടി വിദ്യാർത്ഥി അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നതാണ്. സഞ്ജീവ്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോ കണ്ണൂരിൽ നടക്കുന്ന പരിപാടി, അതിൽ ഐഷി ഘോഷിന്റെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇങ്ങനെയുള്ള റീസൺസ് പറഞ്ഞ് അത് മുടക്കാനുള്ള ശ്രമം നടന്നു. നിങ്ങൾ അവിടെ അതിശക്തമായി പ്രതിഷേധിച്ചു. ആ പരിപാടി VCയെയും യൂണിവേഴ്സിറ്റിയെയും ഒക്കെ അധികൃതരെയും വെല്ലുവിളിച്ച് അവിടെ നടത്തി. പക്ഷേ അതേ സമയം തന്നെ നിങ്ങൾ സൂചിപ്പിച്ച ഈ കാലടിയിലേക്ക് വന്നാൽ അവിടെ ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധം നടന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതേ ദിവസം തന്നെ അതും ചർച്ച ചെയ്യേണ്ടി വരികയാണല്ലോ. അവിടെ നടന്ന പ്രതിഷേധത്തിന്റെ രൂപം എന്തായിരുന്നു? പ്രാകൃതമായിരുന്നു ആ പ്രതിഷേധം, അപരിഷ്കൃതമായ രീതിയിൽ നടന്ന പ്രതിഷേധമാണ്. അതിന് പിന്നാലെ അവിടെ ഉണ്ടായിട്ടുള്ള പരാതി എന്താണ്? ദേഹോപദ്രവം ഏൽപ്പിച്ചു, മുടിയിൽ പിടിച്ച് വൈസ് ചാൻസലറെ വലിച്ചിഴച്ചു, ആ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു, വലിയ രീതിയിലുള്ള ശാരീരിക മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നതാണ് പറയുന്നത്. അതിനാണ് അവിടെ അറസ്റ്റ് നടക്കുന്നത്. ഒരു ഭാഗത്ത് നിങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? അത് കള്ളമാണ്, ന്യായീകരിക്കൊന്നും വേണ്ട, നേരെ കള്ളമാണ്. ബാക്കി എല്ലാവർക്കും പറയാനുണ്ടാവുക ഇത് മാത്രമായിരിക്കും, മറ്റൊന്നും ആയിരിക്കില്ല. അതിലേക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് അത് വളരെ എളുപ്പമായി. 2 FIR ആണ് ഈ വിഷയത്തിൽ, നിങ്ങൾ പറഞ്ഞ സിസ തോമസിന്റെ വിഷയത്തിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 13-ാം തീയതി, മറ്റൊന്ന് 16-ാം തീയതി. 13-ാം തീയതി ചാർജ് ചെയ്തിരിക്കുന്നത് 14 പേർക്കെതിരെയാണ്, SFI പ്രവർത്തകർക്കെതിരെ. കേസ് ഇങ്ങനെയായിരുന്നു: സിൻഡിക്കേറ്റ് മെമ്പർമാർ സിൻഡിക്കേറ്റ് യോഗം നടക്കുകയും അതിൽ നിന്ന് ഇറങ്ങി വന്ന VCയെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് 60ഓളം വരുന്ന SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞു. അവിടുത്തെ SIO CIO പ്രദീപ് കുമാർ തന്നെ ചാർജ് ചെയ്ത കേസാണ്. 13-ാം തീയതി. 16-ാം തീയതി, അതായത് ഇന്നലെ രാത്രി സിസ തോമസിന്റെ മെയിൽ വന്നതോടുകൂടി പുതിയൊരു കേസ് വരികയാണ്. ആ കേസിൽ ഇങ്ങനെയാണ് പറയുന്നത്: സിസ തോമസിന്റെ മുടിക്ക് പിടിച്ചു, അവരെ ചുമരിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ആക്രമിച്ചു, അവരുടെ വാഹനം തച്ചു തകർത്തു. എവിടെ? കേരളത്തിലെ നിങ്ങളെ ഉൾപ്പെടെ നിങ്ങളോട് ചോദിക്കുകയാണ്, വളരെ വിനീതമായി സ്നേഹത്തോട് ചോദിക്കുകയാണ്, എവിടെ അതിന്റെ വീഡിയോ? എവിടെ അവർ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആക്രമിച്ച അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? RSSന്റെ നെറേറ്റീവ് ആയിരുന്നു അടുത്ത നിമിഷം തൊട്ട് ഞങ്ങൾ അവർക്കെതിരെ ഒരു പ്രാകൃതമായ സമരമുറ ഉപയോഗിച്ചു. അവർക്കെതിരെ അത്തരം ഒരു സമരം ഞങ്ങൾ നടത്തിയിട്ടേ ഇല്ല. അവിടെ ഡ്രാമ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു സർവകലാശാല കൂടിയാണ്. ആ സർവകലാശാലയിൽ സ്പോട്ട് ലൈറ്റുകൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അതിന് പ്രതീകാത്മകമായി അവർ സമരം ചെയ്തു. ആ പ്രതീകാത്മക സമരത്തെ നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റബിൾ ആണ്. അത് വേണമോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കാൻ എന്ന അഭിപ്രായമേ ഞാൻ പറയും. പക്ഷെ അത് സിസ തോമസിന്റെ ശവസംസ്കാര ചടങ്ങ് പ്രതീകാത്മകമായി നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കടന്നു കഴിയല്ലേ? അങ്ങനെയൊന്നും അവിടെ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല. അത് നിങ്ങളുടെയൊക്കെ സൃഷ്ടിയാണ്. ശരി, അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ സിസ തോമസ് പറഞ്ഞിട്ടുള്ള പരാതി 13-ാം തീയതി എന്തുകൊണ്ട് ഈ പരാതി വന്നില്ല? എന്തുകൊണ്ട് ആ കേസ് വന്നില്ല? 16-ാം തീയതിയാണല്ലോ 2 FIR ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പൊ 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു പൊതുബോധ എമ്പാടും ഉണ്ടാക്കി SFIക്കെതിരെ ഇതൊക്കെ പറയാം. ആരാ പറഞ്ഞത്? ഏറ്റവും ആദ്യം പറഞ്ഞത് VCക്ക് ശേഷം കേരളത്തിലെ മുഴുവൻ VCമാർ, പിന്നെ ഗവർണർ, പിന്നെ ആരാ പറയുന്നത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതിനുശേഷം ആരാ പറയുന്നത്? ആഭ്യന്തര മന്ത്രി. അപ്പൊ ഇത് ആരുടെ നിലപാടാണ്? ആരുടെ നറേറ്റീവുകളാണ് നിങ്ങൾ ഈ കേരളത്തിൽ ഇന്ന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു സർവകലാശാല VCയെ ഇങ്ങനെയൊക്കെ മാൻ ഹാൻഡിൽ 13-ാം തീയതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിടും SFIയെ? അപ്പൊ നിങ്ങൾക്കും അറിയാം. അപ്പൊ നിങ്ങളുടെ ചോദ്യമൊക്കെ കൊള്ളാം, പക്ഷെ ആ ചോദ്യം തൽക്കാലം ഇങ്ങോട്ട് വേണ്ട. ഞങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, നല്ല കള്ളമാണ്, നല്ല പ്രൊപ്പഗണ്ടയാണ് ഞങ്ങൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ സമരമാണ് ഉന്നയിച്ചത്. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അങ്ങ് ഉൾപ്പെടെ മനസ്സിലാക്കണം. കുട്ടികൾ പഠിച്ചു പുറത്താകാൻ കഴിഞ്ഞ ഒരുപാട് വർഷമായി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യാണ്. അത് ഞങ്ങൾ ചെയ്യണ്ട എന്നാണോ പറയുന്നത്? ഞങ്ങൾ ഒരു അക്രമം അവിടെ നടത്തിയിട്ടില്ല. 28 ദിവസമായി. നിങ്ങൾ ആരെങ്കിലും കൂടി തിരിഞ്ഞു നോക്കിയോ? നിങ്ങൾ ഒരാളും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന സേവ് യൂണിവേഴ്സിറ്റിക്കാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ.
KSUകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ആരും തിരിഞ്ഞു നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെ സമരം ചെയ്തപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിങ്ങൾക്കൊന്നൊരു നെറേറ്റീവ് കിട്ടി. ആ നെറേറ്റീവ് വെച്ച് ആ വിദ്യാർത്ഥികളെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ വെറുതെ ഈ നറേറ്റീവ് എന്ന് പറയുന്നത് VC-യുടെ പരാതിയിലുള്ളതാണ്. ആ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള FIR-ൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. മാത്രവുമല്ല FIR എന്ന് വെച്ചാൽ എന്താ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അവർ പറയുന്നതൊക്കെ FIR-ൽ ഉണ്ടാവും. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. അതിന്റെ വാസ്തവം എന്താണ് എന്നതാണല്ലോ ഞാൻ ചോദിച്ചത്. അവിടെ പ്രതീകാത്മകമായി നിങ്ങൾ നടത്തിയ സമരമുണ്ടല്ലോ, അത് പ്രാകൃതമായിരുന്നു എന്ന് താങ്കൾ അന്വേഷിക്കുന്നുണ്ട്. അത് ഡിബേറ്റബിൾ ആണ് എന്ന് താങ്കൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ലൈറ്റ് സിസ്റ്റത്തിനെതിരെ നടത്തിയ ഒരു സമരത്തെ VC-ക്കെതിരെ നടത്തിയ സമരമാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവും. 24 ദിവസം നിങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യാതിരിക്കുകയും 24-ാം ദിവസം കടന്നു വന്നിട്ട് ആ സമരം മൊത്തം ഇങ്ങനെയാണെന്ന് പറയുന്നതിലല്ല കാര്യം. യഥാർത്ഥത്തിൽ ആ വിഷയത്തെ ഒരിക്കൽ പോലും ഇവരാരും അഭിസംബോധന ചെയ്യില്ല. ഞാൻ ചോദിക്കുന്നത്, കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കാൻ അധ്യാപകർ സർവകലാശാലയിൽ വേണ്ടേ? ആ അധ്യാപകരെ വേണമെന്ന് പറഞ്ഞിട്ടാണ് സമരം. ഫെലോഷിപ്പ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. PhD തീസിസ് ഒപ്പിട്ട് നൽകാത്ത VC-യുടെ തെറ്റായ നിലപാടിനെതിരെയാണ് സമരം. 3 മാസമായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത സിസ തോമസിനെതിരെയാണ് സമരം. ആ സിസ തോമസ് സ്വാഭാവികമായിട്ടും SFIയുടെ സമരം ശരിയെന്നും പറഞ്ഞു വരുമോ? ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കും. അവർക്കെതിരെ തന്നെ സമരം നടത്തുമ്പോൾ അവരെങ്ങനെയെങ്കിലും അത് പൊളിക്കാനല്ലേ നോക്കൂ. അപ്പൊ ഞങ്ങൾ മാത്രമാകുന്നു ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കാൻ, മറ്റാരും ഉണ്ടാവുന്നില്ല. ശരി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ ഇല്ലാതാക്കണം. SFIയോട് ചരിത്രപരമായ ശത്രുതയുള്ള ആളുകളാണ് ഈ പറഞ്ഞ സിസ തോമസ് ഉൾപ്പെടെയുള്ള VC-മാർ. നോക്കൂ, മോഹൻ കുന്നുമൽ, മോഹൻ ഭാഗവതിന്റെ ശിഷ്യനായി ഇന്ന് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജർ ഖാനോട് എന്താ അദ്ദേഹത്തിന്റെ നിലപാട്? ഈ പറഞ്ഞ വിഷയത്തിൽ മിണ്ടിയത് കണ്ടില്ലല്ലോ. എന്താ ആൻ സബാഷന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട്? ഇല്ല, നമുക്ക് അതിലേക്ക് വരാം. മോഹൻ കുന്നുമലിന്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ആൻ സെബാസ്റ്റ്യൻ, ഈ വിഷയത്തിൽ ഒന്ന് കണ്ണൂരിൽ നടന്നത് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉള്ള അവകാശത്തിന്റെ ലംഘനം എന്ന നിലയിൽ വേണം നമ്മൾ കാണാൻ. അവിടെ ഐഷി ഘോഷിന് വരാനും സംസാരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. വിദ്യാർത്ഥി പ്രതിനിധി തന്നെയാണ് ഐഷി ഘോഷ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കേണ്ടുന്ന ഇടം കൂടിയാണ്. ഷീ ഫെസ്റ്റിന് ഐഷി ഘോഷിന് അനുമതി നിഷേധിക്കുകയാണ്. അതിനെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയുന്നത് അതിൻ്റെ ശരിയായ രീതിയിൽ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അത് നിഷേധിച്ചത് എന്നതാണ് മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ്. രണ്ടാമത്തെ വിഷയം ഈ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രാകൃതമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. നിയമ നടപടിയെടുക്കും എന്നതാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. സമാനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രതികരണം ആ വിഷയത്തിൽ. നോക്കൂ, ഇവിടെ ഇപ്പോൾ ആ പ്രതിഷേധ രീതി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോഴും ജനാധിപത്യത്തിൽ വിയോജിപ്പിനുള്ള ഇടം ഉണ്ടല്ലോ, വിദ്യാർത്ഥികൾക്ക് അത് പ്രകടിപ്പിക്കാനുള്ള ഇടമുണ്ട്. അതിനപ്പുറം ഈ സംഘർഷം ഉണ്ടായിട്ടില്ല എന്നതാണ് SFI ആവർത്തിച്ച് പറയുന്നത്. അതിൻ്റെ ഒരു തെളിവും ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം ഈ പരാതിയിൽ പറയുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഈ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ദൃശ്യമെങ്കിലും പുറത്തു വരണം. മാത്രവുമല്ല, ഈ പരാതി കൊടുക്കാനുണ്ടായിട്ടുള്ള വൈകലുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും KSUവിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലേ? ഇവിടെ ഒന്നാമത്തെ വിഷയം ഐഷി ഘോഷിന്റെ പെർമിഷനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ സഞ്ജീവൻ തന്നെ പറഞ്ഞു, മെയിൽ അയക്കുകയും പല രീതിയിൽ നമ്മൾ അത് സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ഉഴപ്പൻ മട്ടിലാണ്. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചോദിച്ചത് സ്വാഭാവികമായി ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ VC-മാർ സംഘപരിവാർ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഈ കറക്റ്റ് ആയിട്ടുള്ള ചാനലിൽ പെർമിഷൻ ചോദിക്കുക എന്നൊരു ഉത്തരവാദിത്തം ഏതൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഉണ്ട്. ഈ ഇത്രയും സ്വാഭാവികമായിട്ട് ഡിബേറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടുതൽ ഏറ്റവും പ്രോപ്പറായ ചാനലിൽ ഇവർ VC-യെയോ രജിസ്ട്രാറെയോ ആരെയും നേരിട്ട് കണ്ട് ഒരു അനുമതി ചോദിക്കാത്തത് കൊണ്ടാണ് ആ വിഷയത്തെ ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ സാധിച്ചത്. അപ്പോ അനുമതി ചോദിക്കണമെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അനുമതി ചോദിക്കാതെ അവിടെ നേരിട്ട് ഇങ്ങനെ ഒരു സംഘർഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇവര് കൃത്യമായിട്ട് ഇതാ അനുമതി എഴുതി കൊടുത്ത അനുമതി കൊടുത്ത തീയതി, അനുമതിയുമായിട്ട് ഞങ്ങൾ പോയി നേരിട്ട് സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞ് ഇവരത് വ്യക്തമാക്കാൻ മടിയുള്ള ആൾക്കാരല്ലല്ലോ. അപ്പോ അനുമതി മേടിക്കാത്തത് കൊണ്ടാണ്, പെർമിഷൻ മേടിക്കാതെ ഇതുപോലൊരു പരിപാടി നടത്തിയതിന്റെ ഭാഗമായിട്ട് അതിനെ നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം VC-യുടെ വേറെ നിലപാടിനോ
എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ PMO ഓഫീസുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷനെയാണ് കേരള ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നതെന്നൊക്കെ പരോക്ഷമായും ഡയറക്റ്റുമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നത്. താൽക്കാലികമായ സമരരംഗത്ത് നിറയുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ താൽക്കാലികമായി സമരരംഗത്ത് നിറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കോൺഗ്രസിന്റെ ആയാലും കേരള സംസ്ഥാന സർക്കാരിന്റെ ആയാലും നയങ്ങളെ ഒന്നിച്ചു കാണിക്കുമ്പോൾ ഇവര് ആത്യന്തികമായിട്ട് എത്ര ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ സംഘവിരുദ്ധ ഒരു പ്രൊപ്പോർഷൻ കൂടുതൽ നിൽക്കുന്ന മനുഷ്യരെ തന്നെ എത്രമാത്രം കൺഫ്യൂസ്ഡ് ആക്കാൻ സമരവേദികളിൽ നിറയുന്നതിന് വേണ്ടി ഇവർ തൊട്ട് കളിക്കുന്ന വിഷയങ്ങൾ എത്രമാത്രം അപകടകരമാണെന്ന് മനസ്സിലാവണം. ഇവിടെ കാലടി സർവകലാശാലയില് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്താ പറഞ്ഞേ? ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, സഞ്ജീവൻ എന്താ പറഞ്ഞേ? സഞ്ജീവൻ ഒരു നുണയായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ആയിട്ടെങ്കിലും കുറച്ച് നാളുകൾ എന്ന വാക്ക് പോലും അല്ല യൂസ് ചെയ്തേ. നമ്മുടെ ചർച്ചയിൽ ഇത് റീഅടിച്ചാൽ നമുക്ക് വന്നു. കുറച്ച് നാളുകളായിട്ട് കാലടി സർവകലാശാലയിൽ ഉള്ള വിഷയങ്ങൾ എന്നാ പോലും അദ്ദേഹം പറഞ്ഞില്ല. 2 വർഷം എന്ന് അദ്ദേഹം കറക്റ്റ് എടുത്തു പറഞ്ഞു. ഈ സർക്കാർ നിലവിൽ വന്നിട്ട് എത്ര നാളായി? 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുന്നു പോലും ഉണ്ടായ പ്രശ്നങ്ങളാണ്. 10 വർഷക്കാലം അടയിരുന്നതിന് ശേഷം ഇപ്പോൾ സമരരംഗത്ത് നിറയുന്നതിന് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ജെനുവിനായിട്ട് കാണാത്തത്. പിന്നെ ഈ ശവസംസ്കാര ചടങ്ങ് നടത്തി പ്രതിഷേധത്തെ ഒരു കാലത്തും ഒരു കാലഘട്ടത്തിലും KSU ആയാലും മറ്റുള്ളവരായാലും ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇതുപോലെയുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് വാല്യൂസ് കീപ്പ് ചെയ്യാത്ത സമരങ്ങൾ വന്നിട്ടുണ്ട്. അതിന് നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികൾ മറ്റു നേതാക്കൾ തള്ളി പറയാനും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ന്യായീകരിക്കല്ല ചെയ്തേ. ഇതിപ്പോ ഒരു പർട്ടിക്കുലർ സിസ തോമസ് എന്ന വ്യക്തിയോ ഒരു വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ഒരു സമരവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുന്നതിനപ്പുറം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള മനുഷ്യരുടെ സെന്റിമെന്റ്സ് അനാവശ്യമായിട്ട് പ്രാകൃതമായിട്ടുള്ള രീതിയിൽ സമരങ്ങള് ക്രെഡിബിൾ, കാരണം 2-3 വർഷം പഴക്കമുള്ള വിഷയത്തിന് അവർ കാത്തിരിക്കുകയായിരുന്നു. ഭരണം മാറാൻ സമരത്തിന് വേണ്ടി കാത്തിരുന്ന സംഘടനയാണ് ഇപ്പൊ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥതയെ കുറിച്ച് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സംസ്കാര ചടങ്ങ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രാകൃതമായിട്ടുള്ള സമര രീതികൾ ഉപയോഗിക്കുമ്പോൾ ഒരു പൊതുബോധം അല്ലെങ്കിൽ പൊതു സെന്റിമെന്റ്സ് ഇവര് തന്നെ പറയുന്ന സംഘപരിവാർ അജണ്ടകൾക്ക് കിട്ടില്ലേ? എത്രമാത്രം ഗൗരവത്തോടും ശ്രദ്ധയോടും കൂടിയാണ് നമ്മൾ ആ സമര മാർഗത്തെ കാണേണ്ടത്. ഒരു രീതിയിലും ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത സമരത്തിലൂടെ പെർമിഷൻ മേടിക്കാതെ ആ സമരം അല്ലെങ്കിൽ ആ ഒരു പല വേദികളും ഒരു ചർച്ചയാക്കി ഞങ്ങളാണ് ഇവിടെ ഈ പറയുന്ന സംഘപരിവാറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷം പറയുന്നത് ഞങ്ങളാണെന്ന് ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഇവർ മുൻപിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നമുള്ളൂ. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരട്ടെ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്താണ്? എക്സാമുമായി ബന്ധപ്പെട്ട്, റിവാലുവേഷനുമായി ബന്ധപ്പെട്ട് അല്ലേ? ഇപ്പൊ ആൻ വിശദമായി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആൻ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കണ്ണൂർ സർവകലാശാലയിൽ ഇത് വിദ്യാർത്ഥികൾക്ക് പരിപാടി നടത്താനുള്ള സെമിനാർ ഹാളാണ്. അവിടെ ഇനിയിപ്പോൾ അനുമതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു പാളിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ ഇന്ന് രാവിലെയും ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ അത് പരിഹരിച്ച് വിദ്യാർത്ഥികൾക്ക് സമാധാനപൂർവ്വം ആ പരിപാടി നടത്താനുള്ള അനുമതി കൊടുക്കുകയാണല്ലോ വേണ്ടത്. അതുണ്ടായില്ല. അവർക്കത് നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വന്നു. അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോൾ ഒരു പരിപാടി നടത്തിയതിന്റെ കാര്യമാണ് അതിൽ പറയുന്നത്. അവർ ശരിയായ രീതിയിലല്ല ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. താങ്കൾ ഈ പ്രശ്നങ്ങൾ, കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഏറെ നാളായിട്ടുള്ളതാണ്, അത് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് സമരം ഇപ്പോഴാണ് ആരംഭിച്ചത് എന്നൊരു വസ്തുത ആണ്. അത് അംഗീകരിക്കാമെങ്കിൽ തന്നെയും ഇവിടെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഉടനെ കേസെടുക്കുന്നത്. 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFI പറയുന്നു അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഏകപക്ഷീയമാണോ ഇടപെടൽ എന്ന് തോന്നുന്നത്? ഏതെങ്കിലും നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടുത്തെ വകുപ്പുകൾ ഇടപെടുന്നതെന്ന് സംശയം തോന്നുന്നത്? വൈസ് ചാൻസലർ ഇവർക്കെതിരെ അല്ലെങ്കിൽ SFIക്കെതിരെ കൊടുത്തിരിക്കുന്ന FIRലൊന്നും നമ്മൾ അഭിപ്രായം പറയുന്നില്ല. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തോടൊക്കെ വിയോജിപ്പാണ്. അത് ആര് സമരം ചെയ്താലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് സമരം ചെയ്യുമ്പോൾ അവരെ കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ഇടുന്നതിനൊക്കെ നമ്മൾ എതിരാണ്. പക്ഷേ ഇവർ ഇപ്പൊ പെട്ടെന്ന് ഒരു സമരം നടക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഫിസിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക്, അത് സഡൻ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്.
സഡൻ ആയിട്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അക്രമം അല്ലെങ്കിൽ അതുപോലെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ശാരീരികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും സംഭവിക്കുന്നതൊക്കെ ആ ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വകുപ്പ് അതിനനുസരിച്ച് മാറും നമ്മുടെ ഇതനുസരിച്ച്. പക്ഷേ ഈ ശവമഞ്ച ഈ പറയുന്ന ഈ സമര രീതി ഇവര് 2 ദിവസമെങ്കിലും എടുത്ത് പ്ലാൻ ചെയ്തിട്ട് നടന്നൊരു കാര്യമാണ്. നമ്മൾ അതിനെയാണ് പറയുന്നത്. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ കേരളത്തിൽ എപ്പോഴൊക്കെ ഇങ്ങനത്തെ സമരം ഉണ്ടായിട്ടുണ്ടെങ്കിലും, എപ്പോഴൊക്കെ അത് കാസർഗോഡാണെങ്കിലും വിക്ടോറിയ കോളേജിലാണെങ്കിലും എവിടെയൊക്കെ ഇതുപോലെ ഈ പറയുന്ന റീത്ത് വെക്കലും അല്ലെങ്കിൽ അതുപോലെ ശവഘോഷയാത്രയുടെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുജനം അതിനെതിരാണെന്നും ആ സമരരീതി എല്ലാ സംഘടനകളും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം എതിർക്കുന്നതാണെന്ന് അറിയാത്തതല്ലല്ലോ. അപ്പോൾ ഇത് ഈ ചർച്ചയുണ്ടാകുക, വാർത്തകളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു അവസരത്തില് ഈ കാലടി സർവകലാശാലയിൽ എത്രയോ വിഷയങ്ങളിൽ KSU സമരം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആയാലും ഭരണം ഏറ്റെടുത്ത് അത് അതിന്റെ ട്രാക്കിലേക്ക് പൂർണ്ണമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവര് സമരം ഉണ്ടാക്കുന്നത്. ഇത്രയും നാളുകൾ ഈ വിഷയത്തിന്മേൽ അടയിരുന്നിട്ട് അവര് സമരം നടത്തുമ്പോൾ പ്രാകൃതമായ രീതി ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനമല്ല. ഇതുപോലെയുള്ള വാർത്തകൾ ഉണ്ടാക്കുകയും പൊതുമനസ്സിന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടെങ്കിലും സംഘപരിവാർ VC-കൾക്ക് നേടിക്കൊടുക്കുകയല്ലേ ഇവർ ഈ സമരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ തിരിച്ചിങ്ങോട്ടുള്ള FIR-ലൊന്നും നമുക്കിപ്പോൾ അഭിപ്രായം പറയാൻ സാധിക്കില്ല. അത് അതനുസരിച്ച് തെളിഞ്ഞോളൂ. അതിലിപ്പോ ഒരു ഡിബേറ്റിലോ പോകുന്നതിലോ അർത്ഥമില്ല. അത് സ്വാഭാവികമായിട്ട് ഇനി പോലീസിന്റെയും കോടതിയുടെയും മുൻപിൽ വരാൻ പോകുന്നതാണ്. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റാത്തത്? രേണു ഈ പറയുന്ന റിവാലുവേഷൻ തുക കൂട്ടി എന്നാണ് ഏറ്റവും വലിയ ആരോപണമായിട്ട് പറയുന്നത്. റിവാലുവേഷൻ തുക കൂട്ടി 300 ആക്കണം. ഈ 850 രൂപ റിവാലുവേഷൻ ആക്കിയത് ഏത് കാലഘട്ടത്തിൽ? കഴിഞ്ഞ കാലഘട്ടത്തിൽ പതുക്കെ സ്വാഭാവികമായിട്ട് ഓരോ കാലഘട്ടം കൂടുമ്പോ ഓരോ സർവീസുകളുടെ പൈസ കൂടും. 850 രൂപ ആകുന്നത് സാക്ഷിയായി ആ മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് എക്സാം കൺട്രോളർ ഇവർ നിയമിച്ച ആളാണ്. ഇപ്പൊ പോലും ആയിരിക്കുന്ന എക്സാം കൺട്രോളറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് KSUവിന്റെ സെനറ്റ് മെമ്പർ ആയിട്ടുള്ള ആദർശ് ഉൾപ്പെടെ മറ്റു വിദ്യാർത്ഥികളാണ് ഇന്ന് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. നാളെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് പരാതി കൊടുക്കാൻ പോകുന്നത്. റിവാലുവേഷൻ പൈസ കൂട്ടുന്നത് സമരം ചെയ്യുമ്പോൾ 10 കൊല്ലം ഇരുന്ന് ആ പൈസ കൂട്ടിയ ആൾക്കാരാണ് ഇവര്. പിന്നെ റിവാലുവേഷൻ എടുത്ത് കളയാൻ പോവുകയാണെന്നുള്ള വ്യാജ പ്രചരണം. ഡബിൾ വാലുവേഷൻ കൊണ്ടുവരാൻ നോക്കുമ്പോ സമരം ഉണ്ടാക്കണം, അവിടെ സമരം ഉണ്ടാക്കണം. ആ സമരത്തിന് ജെനുവിൻ കോസ് ഇല്ലാത്തപ്പോൾ സംഘപരിവാർ VC-കള് അവരുടെ സ്റ്റാറ്റ്യൂട്ടും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് എത്രമാത്രമാണ് സർവകലാശാലകളെ. സഞ്ജീവിനോട് നമുക്ക് ചോദിക്കാം രണ്ടാം ഘട്ടത്തിൽ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്യാംരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പോലീസ് ആർക്ക് വേണ്ടി ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. ഗവർണർ സിസ തോമസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇടപെടുന്നു. അതിന് പിന്നാലെ SFI പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഈ പരാതി നോക്കൂ, ഈ പരാതി ഇപ്പോഴത്തെ ഈ FIR-ൽ പറയുന്ന കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ എന്തുകൊണ്ട് രേഖാമൂലം ഒരു പരാതി നൽകുന്നതിൽ ഈ 3 ദിവസത്തെ സമയമെടുത്തു എന്നൊരു ചോദ്യമില്ലേ? ഈ പരാതിയിൽ പറയുന്നത് ഒരിക്കലും സംഭവിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവുമില്ലേ? പരാതി കൊടുത്തതാരാ? VC. കേസ് എടുത്തതാരാ? പോലീസ്. അതിപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? നോക്കൂ, ഇവിടെ SFIക്കാർക്കെതിരെ കേസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ കേരളത്തിൽ? അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടോ? കേരളത്തിൽ SFI പ്രവർത്തകരാണ്, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പാടില്ല. സമരം ചെയ്താൽ കേസുണ്ടാവും. സമരം ചെയ്ത് ഇതൊക്കെ ഇവരൊക്കെ ഏത് ലോകത്ത് നിന്ന് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും സമരമൊക്കെ നടക്കുന്നത്. സമരം എടുത്തൊക്കെ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേസുണ്ടാവും. ആ കേസ് എന്താണ്? കോടതിയിൽ പോകും. നമ്മളൊക്കെതിരെ എത്രയോ കേസുകളുണ്ട്. എൻ്റെ 2014 സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ABP-യിലുള്ളപ്പോഴത്തെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ സമരം ചെയ്താൽ കേസുണ്ടാവും. ഇനി അതിനകത്ത് വരുംവരായികൾ എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ്, കൃത്യം ഈ കേരളത്തിലുള്ള കേസുകൾ എടുക്കുന്ന എല്ലാ കേസുകളും കൃത്യം അനുദിനം അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സംശയമാണ്. ഒന്ന് എനിക്കിതിനകത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം, ഇവിടെ നോക്കൂ, ഈ പറഞ്ഞിട്ടുള്ള ക്യാമ്പസിലൂടെ എത്ര നുണ പറഞ്ഞാലും ഇതെങ്ങനെ മറ്റേ നുണയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. കാരണം ഈ ക്യാമ്പസിൽ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകണ്ടേ, FIR ഉണ്ടാകണ്ടേ? എന്തുകൊണ്ടായിരിക്കും ഗവർണർ ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷം പോലീസിൽ പരാതി നൽകാമെന്ന് VC തീരുമാനിച്ചത്? അത് VC-യോട് ചോദിക്കണം. അതെനിക്കറിയില്ല. അതെന്താ കാര്യം എനിക്കല്ല. പക്ഷെ എനിക്കിതിനകത്ത് പരക്കെ ഞാൻ എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, ഒന്ന് VC-യുടെ അത് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. അത് നിങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും മാധ്യമങ്ങളൊക്കെ
ചർച്ചയുള്ളൂ. ഒരു കാര്യം അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒന്ന്, VC-യുടെ ശവമഞ്ചം അവിടുത്തെ SFI പ്രവർത്തകർ ഒരുക്കിയിരുന്നു. അത് എത്ര നുണ പറഞ്ഞാലും അത് ഇല്ലാതാവില്ല. നിങ്ങൾ അതിന്റെ വീഡിയോ നിങ്ങളുടെ ന്യൂസ് 18 പേരുണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്കൂ. ചില പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇരുന്നിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലയൊക്കെ തല്ലി ഇരുന്നിട്ട് കരയാണ്. അതായത് ഏതോ ഒരു ശവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് തന്നെ കാണിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അതിന് ആരുടെ ശവമഞ്ചമായിരുന്നു? ഇനി പോട്ടെ, ഇപ്പോൾ കാലടി യൂണിവേഴ്സിറ്റിയിൽ SFIക്കാർ ചെയ്ത വിളക്കുകളുടെ ശവമഞ്ചം ഒരുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, സമ്മതിച്ചു. 2016 സരസ്വ ടീച്ചറിന്റെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ സരസ്വ ടീച്ചറിന് കുഴിമാടം ഉണ്ടാക്കി അതിന്റെ മേലെ റീത്ത് വെച്ചിട്ട് ടീച്ചറിന് കുഴിമാടം എഴുതി വെച്ചപ്പോൾ എന്തായിരുന്നു? അത് ഇവര് ടീച്ചറിനെ അങ്ങനെ ചെയ്തല്ലേ, സരസ്വതി ടീച്ചറിനെ അങ്ങനെ ചെയ്തല്ലേ? അന്ന് ഇവരുടെ നേതാവ് കൂടെ ആയിരുന്നിട്ടുള്ള ഇപ്പോഴത്തെ CPM-ന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി MA ബേബി എന്താ പറഞ്ഞത്? ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ്. എന്ത് പഠിപ്പിച്ച 10-20 കൊല്ലം ക്യാമ്പസിൽ പഠിപ്പിച്ച അധ്യാപികയുടെ ശവമഞ്ചം, ശവക്കുഴി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്, അവരുടെ പേരെഴുതിയിട്ട് ഉണ്ടാക്കി വെക്കുന്നത് ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ്. അവിടെ നിർത്തിയോ? എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നു ബീന ടീച്ചറിന്റെ കസേര കത്തിച്ചാറ. ഇതിന്റെയൊക്കെ ഓഡിയോ, ഇതിന്റെയൊക്കെ വീഡിയോ നിങ്ങളുടെ ഇല്ലേ? ഇതൊക്കെ ഇവർ ചെയ്തതാണ്, ഇതൊക്കെ ഇവർക്ക് ചെയ്യാമെന്ന് ഇവർ വിചാരിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ ഒന്നുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്തത്, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. ഇത് ഇവരെ ഒരേ ശവമഞ്ചം ഒരുക്കിയുള്ള പ്രതിഷേധം അത് ശരിയാ തെറ്റോ? അത് ഡിബേറ്റബിൾ ആണ്. അല്ല, നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് SFIയുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രേണുവിക്ക് ഞാൻ പറയുന്ന ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ. ശ്യാംരാജ്, ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ആക്കട്ടെ. ഞാൻ തെറ്റോ ശരിയോ എന്ന് പറയണമെന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരൂ. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരൂ. ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ അഭിപ്രായം ചോദിച്ചാണ്, ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ചോദ്യം, SFI പ്രവർത്തകർ അധ്യാപകരുടെ കുഴിമാടം ഒരുക്കിയത് തെറ്റാണെന്നുള്ള അഭിപ്രായം രേണുവിക്ക് ഉണ്ടോ ഇല്ലയോ? ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ ശ്യാംരാജ് എന്നെ അനുവദിക്കൂ. അതിനെ കുറിച്ചുള്ള ചർച്ച മാറ്റിവെക്കാം. ഇപ്പോൾ അങ്ങനെ ശവമഞ്ചം ഒരുക്കിയതിന് സംഘം ചേരൽ, കലാപം, ആളുകളെ തടയൽ, തടങ്കൽ വെച്ച് പരിക്കേൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന വകുപ്പുകളൊക്കെ ചുമത്തിയുള്ള കേസെടുക്കുക സാധ്യമല്ലല്ലോ. അപ്പോൾ ഇത് സിസ തോമസ് ഇതിനു ശേഷം രാത്രി അവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന കേസാണ്. ആ കേസിൽ പറയുന്ന സംഭവങ്ങൾ നടന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നടന്നിട്ടുണ്ടോ അവിടെ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു തെളിവ് പുറത്തു വരേണ്ടതല്ലേ? അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ഈ വൈസ് ചാൻസലർ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒന്ന് നിങ്ങൾ ആ പോയിന്റ് ഒളിച്ചോടണ്ട. ഒന്ന്, SFI ഈ തരത്തിലുള്ള അധ്യാപകരുടെ കുഴിമാടം ഒരുക്കിയത് ശരിയോ തെറ്റോ എന്ന് രേണുവിക്ക് ന്യൂസായിട്ട് ഇരുന്ന് പറയാൻ വേണ്ടി പറ്റില്ലെങ്കിൽ അത് വല്ലാത്ത കഷ്ടമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഒന്നാമത് പറയാൻ വേണ്ടിയുള്ളത്. എനിക്കെന്താ? അങ്ങനെയെങ്കിൽ രേണുയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കത്. ഞാനിവിടെ ഉണ്ടായിരുന്ന ചർച്ചയാണല്ലോ, ഇത് ചർച്ചയാണല്ലോ, അല്ലാതെ ലെക്ചറിങ് അല്ലല്ലോ. രേണുകളുടെ ലെക്ചറിങ്, രേണുക അധ്യാപിക, ഞാൻ സ്റ്റുഡന്റ് അടുത്ത് ലെക്ചറിങ് അല്ലല്ലോ, ചർച്ചയല്ലേ. ചർച്ച എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെയല്ല ചർച്ച ഉണ്ടാവുന്നു, അല്ലാതെ ലെക്ചറിങ് അല്ലേ ആവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് രേണുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് SFIയെ വിമർശിക്കാൻ, അവരുണ്ടാക്കിയ ശവക്കുഴികളുടെ പേരിൽ പോലും SFIയെ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ രേണുക അതിനകത്ത് തയ്യാറാവുന്നില്ല എന്നുള്ളത് എതിർത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്കിപ്പോൾ എന്റെ ഏതെങ്കിലും നിലപാട് താങ്കളുടെ മുന്നിൽ തെളിയിക്കേണ്ടെന്ന് ആവശ്യമില്ല ശ്രീ ശ്യാംരാജ്. എനിക്കത് തെളിയിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഞാനത് എന്ത് തെളിയിക്കാനാണ്? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ചാനൽ ചർച്ചയിൽ ആദ്യം ചോദിച്ച ചോദ്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം പ്രേക്ഷകർ കാണണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ ചോദ്യം ചോദിച്ചെന്തായാലും എല്ലാ മനുഷ്യരെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ശ്യാംരാജ്. ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റില്ല. താങ്കൾ ശബ്ദമുണ്ടാക്കാനാണെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കോളൂ, എനിക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കേണ്ടത് SFIയുടെ പ്രതിനിധിയോട് ചോദിച്ചിരുന്നു. ഞാൻ ആ ചോദ്യം വിട്ടു, കാരണം താങ്കൾക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ആ ചോദ്യം വിട്ടു. എനിക്ക് ഇങ്ങനെയുള്ള കൺക്ലൂഷനിലേക്ക് താങ്കൾ എത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ SFI പ്രതിനിധിയോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതാണ്. താങ്കൾ എന്നോട് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ആദ്യം തന്നെ SFI പ്രതിനിധിയോട് ചോദിച്ചതാണ്. ഞാൻ ചോദ്യം വിട്ടു, ഇനി ന്യായീകരിക്കരുത്. ഞാൻ താങ്കൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചോദ്യം വിട്ടു. എല്ലാം കാണുന്നവർ ഇത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എന്താണെന്ന്. ഞാൻ അതിനകത്ത് ഇനിയും ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ അടുത്ത കാര്യം, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒന്ന് നോക്കൂ.
നോക്കൂ, കണ്ണൂർ VC ആരെ PMO എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒന്നും എനിക്ക് തോന്നുന്നത് ഈ SFIയുടെ പ്രതിനിധിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള CPM-ന്റെ ഒക്കെ നേതാക്കന്മാരോട് ചോദിക്കണം. PMO എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയൊരു സംവിധാനമാണ്. അവിടെ നിന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ, കേരളത്തിൽ ഈ രാജ്യത്ത് എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെയുള്ള കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് അത് PMO എന്ന് വിളിച്ചിട്ട് അവിടെ നടത്തരുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ വളരെ വില കുറച്ചത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ PMOയ്ക്ക് വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തരുതെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. PMO ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്താ റോജി എം ജോൺ പറഞ്ഞെന്താ, കൃത്യമായിട്ടുള്ള ലെറ്ററുകൾ കൊടുത്തില്ല. അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് BJP പറഞ്ഞല്ലോ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞാണ് എന്താണ്, കൃത്യമായിട്ടുള്ള ലെറ്ററുകൾ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ KSU അവിടുത്തെ പ്രവർത്തകരുടെ ഒരു ബൈറ്റ് കണ്ടപ്പോൾ അവർ പറയുന്നു അവർക്കും പെർമിഷൻ ഡയറക്ടർ കൊടുത്തിട്ടില്ല എന്നുള്ളത്. യൂണിവേഴ്സിറ്റി അല്ല, അവരുടെ പാലക്കാട് ക്യാമ്പസിലെ അവിടുത്തെ ക്യാമ്പസിന് ഡയറക്ടർ അവിടുത്തെ KSUവിൻ്റെ പ്രവർത്തകർക്ക് മുമ്പും SFIയുടെ പ്രവർത്തകർക്ക് ഇപ്പോഴും പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് എന്തിനാ? ഞാൻ വന്നപ്പോൾ തൊട്ട് ചർച്ച കേട്ടോണ്ടിരിക്കും, സംഘപരിവാർ അങ്ങനെ ചെയ്തു, സംഘപരിവാർ. നിങ്ങൾക്ക് നേരിട്ട് വൈസ് ചാൻസലറുമായിട്ട് സമരം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയുന്നേ. നിങ്ങൾ എന്തിനാണ് വെറുതെ, നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഒട്ടുമിക്ക അധ്യാപക സംഘടനകൾ ഇടതുപക്ഷത്തോട് ആമുഖ്യമുള്ളടുത്ത് വന്നിട്ട് സംഘപരിവാർ എന്നുകൊണ്ട് നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാ സ്വയം ഇങ്ങനെ പേടിക്കുന്നത്? ഏത് അവർ നടത്തിക്കോട്ടെ, അവർ നടത്തുന്നത് ഞങ്ങൾ എന്താ പറഞ്ഞു, ഞങ്ങൾ നടത്തണമെന്ന് പറഞ്ഞോ? BJP നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു SFIയുടെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നിയമം അനുസരിക്കേണ്ടാത്ത ആളൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പേപ്പർ കൊടുക്കണമെന്ന് അറിയില്ലേ? ഒരു പേപ്പർ കൊടുത്തെന്ന് അറിയില്ലേ? എനിക്ക് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി കള്ളം പറഞ്ഞു. ചോദിക്കും, നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞു? അല്ലല്ല, എങ്കിൽ റോജി എം ജോൺ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? അജണ്ട നടപ്പാക്കാനുള്ള ആയുധം അല്ലെങ്കിൽ സാഹചര്യം സർക്കാർ ഒരുക്കുന്നു എന്നതാണ് SFI ചോദിക്കുന്നത്. നോക്കൂ, ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പരിപാടി സർവകലാശാലകളിൽ നടത്താൻ എന്തെങ്കിലും തരത്തിൽ അവിടെ ഒരു പാളിച്ച വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തം സർവകലാശാലകളിലില്ലേ? നോക്കൂ, വിദ്യാർത്ഥികൾ അവിടെ ഒരു ഷീ ഫെസ്റ്റ് നടത്തുന്നത് കൊണ്ട് ആർക്ക് എന്ത് ദോഷം സംഭവിക്കാനാണ്? അവിടെ വിദ്യാർത്ഥി പ്രതിനിധിയായ ഐഷ ഘോഷ് വന്ന് സംസാരിച്ചു പോയാൽ എന്ത് പറ്റാനാണ്? അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തള്ളിവിട്ടതാരാണ്? എന്തുകൊണ്ടാണ് അതിന് എതിർപ്പ് വരുന്നത്? ഐഷ ഘോഷിന്റെ സാന്നിധ്യമാണ് എന്ന് പറയുന്നത്. ഐഷ ഘോഷിന്റെ സാന്നിധ്യമാണ്. എന്തുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിച്ചത്? സർവകലാശാല എന്തുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിച്ചത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? സർവകലാശാല VC ഞങ്ങളുടെ കയ്യിലാണോ? അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക സംഘടനകളൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണോ? ഒന്ന്, ഇതിനകത്ത് എന്താ പ്രശ്നം? നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളുടെയും ഈ ഇടതുപക്ഷത്തിൻ്റെയും പ്രശ്നമുണ്ട്. ഒന്ന്, ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ കയറി സംഘപരിവാർ എന്ന് പറയുന്ന ഇല്ലാത്ത ശത്രുവിനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും സമാധാനം കിട്ടുമെങ്കിൽ നിങ്ങൾ ഇനിയും ചെയ്ത ഒരു പ്രശ്നമില്ല. അതിനപ്പുറത്തേക്ക് വെറുതെ സംഘപരിവാർ എന്ന് കയറി വലിച്ചതിനകത്ത് ഇടേണ്ട ഒരു കാര്യമില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ടത് ഗവർണർ നേരിട്ട് അത് നിയമവിരുദ്ധമാണത്. അങ്ങനെയെങ്കിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള ഇതിനു മുമ്പുള്ള എല്ലാ VC-മാർ ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇടതുപക്ഷ അജണ്ടയായിരുന്നു. ഗവർണർ അത് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ടല്ലേ? ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് VC അവിടെ പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന് പെർമിഷൻ, അദ്ദേഹം ഒരു കാര്യത്തിൽ പെർമിഷൻ കൊടുക്കാതിരിക്കുന്നു. വിദ്യാർത്ഥി ഒന്ന്, അതിനകത്ത് വെറുതെ സംഘപരിവാറിനെ വിളിച്ചിടേണ്ട ആവശ്യമില്ല. രണ്ട്, SFI എന്ന് പറയുന്ന ഈ നാട്ടിലെ നിയമങ്ങൾ അനുസരിക്കേണ്ടാത്ത, പെർമിഷൻ വേണ്ടാത്ത എന്തോ വലിയ സംഭവമൊന്നുമല്ല. കൃത്യമായിട്ടുള്ള നിയമവിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ആളാണ്. അല്ലെങ്കിൽ SFIയുടെ നേതാവ് വരുന്നു, എന്തുകൊണ്ട് തടഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ആ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിങ്ങൾ സമരം ചെയ്യണം. അതിനകത്ത് വെറുതെ സംഘപരിവാർ RSSന് വേറെ പണിയുണ്ട്. നിങ്ങളുടെ ഒരു ക്യാമ്പസിലെ പരിപാടി മുടക്കലൊന്നുമല്ല RSSന്റെ പണി എന്ന് പറഞ്ഞത്. ശ്രീ ഷാജിർ ഖാൻ, എന്താണ് നമ്മുടെ സർവകലാശാലകളിൽ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു. സർവകലാശാലകളിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനം പോലും നീണ്ടുപോകുന്നു. താൽക്കാലിക VC-കളെ നിയമിച്ചുകൊണ്ടാണ് സർവകലാശാല ഭരണം തന്നെ നടത്തി വന്നത്. ഇപ്പോൾ ഭരണം മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തേക്ക് എത്തിയതോടുകൂടി SFI സർവകലാശാലകളിൽ കൂടുതൽ ആക്റ്റീവാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി വരികയാണ്.
അതാണ് ഇന്ന് നമ്മൾ എടുത്തു കാട്ടുന്ന ഏതാണ്ട് കണ്ണൂരിലും തുടങ്ങി തിരുവനന്തപുരം വരെ വിവിധ സർവകലാശാലകളിലായി നടക്കുന്ന സംഭവങ്ങൾ. എന്തിനുള്ള നീക്കമാണ് സർവകലാശാലകളിൽ നടക്കുന്നത്? രേണു, ആദ്യം ഈ സഞ്ജീവ് ആദ്യം പറഞ്ഞ അതായത് ഞാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞത് ഞാൻ തിരുത്തുകയാണ്. ഞാൻ സേവ് എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിന്റെയും വിദ്യാഭ്യാസ പ്രവർത്തന നിലയ്ക്കാണ് പങ്കെടുക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധിയല്ല. അത് അദ്ദേഹത്തെ ആദ്യം അറിയിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോ SFI ഇപ്പോ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം. SFI മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമൂഹവും മനസ്സിലാക്കണം. നമ്മൾ നേരിടുന്നത് പ്രാകൃതമായ ഒരു കേന്ദ്ര സർക്കാരിനെയാണ്, അവരുടെ വിദ്യാഭ്യാസ നയത്തെയാണ്. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സർവകലാശാലകളെയും ജനാധിപത്യത്തെയും മതേതര മൂല്യങ്ങളെയും ശാസ്ത്രത്തെയും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ്. ആ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം നയിക്കുന്നതിന് പകരം ഇപ്പോ SFI ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളിപ്പോ ശവമഞ്ച ഘോഷയാത്ര നടത്തുന്നതും റീത്ത് വെക്കുന്നതും ഒരു വൈസ് ചാൻസലറെ ശാരീരികമായി ആക്രമിക്കുന്നതും രേണുക പറഞ്ഞത് കറക്റ്റാണ്, പ്രാകൃതമായ നടപടിയാണ്. ഏതാ അതിനേക്കാൾ ഭീകരമായ പ്രാകൃതമായ ഒരു കേന്ദ്ര സർക്കാരിനെ നേരിടാൻ ഈ പ്രാകൃതമായ മുറകൾ അതിന് സമരവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യം SFIയുടെ നേതാക്കളും പ്രവർത്തകരും ദയവായി മനസ്സിലാക്കണം. SFI സമരം ചെയ്യുന്നത് ഇപ്പൊ എത്ര കാലമായി, ഒരു വർഷങ്ങളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയിട്ടില്ല. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളോ ഈ ശവമഞ്ച പരിപാടികളോ റീത്ത് വയ്ക്കൽ പരിപാടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശാരീരികമായി ആക്രമിക്കുന്നതോ അക്രമം നടത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ജനാധിപത്യ സമരമല്ല എന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് തിരിച്ചറിയാനുള്ളത്. ഇപ്പൊ ഡൽഹി പ്രക്ഷോഭം ഡെമോക്രാറ്റിക്കാണ്, അവിടെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്, അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് പിന്നെ ഈ നീറ്റ് ക്രമക്കേടിനെതിരായിട്ട് നടന്നിട്ടുള്ള അത് ഗംഭീരമായ ഒരു ദേശീയ ജനാധിപത്യ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തെ അത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമാണ്. പക്ഷേ അതിന്റെ മറയിൽ ഇപ്പൊ സംസ്ഥാനത്ത് ഇപ്പൊ നടത്തിക്കൂടി ഇപ്പൊ കണ്ണൂർ സർവകലാശാലയിൽ IC ഘോഷ് വരുന്നതും ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല. അതിന് അനുമതി നിഷേധിക്കുന്ന വിധത്തിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെയോ സംഘപരിവാറിന്റെയോ രാഷ്ട്രീയം കേരളത്തിലെ സർവകലാശാലകളിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷെ അതിന് ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളിൽ ഈ പറഞ്ഞ സംഘപരിവാർ രാഷ്ട്രീയത്തിനും അവരുടെ സംഘടനകൾക്കും ഈ വിധത്തിൽ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ആരാണ്? അത് നമ്മൾ അതിന്റെ ഒരു പശ്ചാത്തലം പഠിക്കണം. അത് പരിശോധിക്കുമ്പം SFI ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അത് അക്രമ പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ കലാലയങ്ങൾക്ക് അകത്തേക്ക് കടത്തിവിടുകയും അവർക്ക് അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ സിസാസ് തോമസ് സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയം റെപ്രസെന്റ് ചെയ്യുന്നു. അവര് ആ രാഷ്ട്രീയത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു, അഥവാ അവരിലൂടെ ഈ പറയുന്ന ഗവർണറോ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാരോ അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ അത് തീർച്ചയായിട്ടും അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഒരു വൈസ് ചാൻസലർ ഡെമോക്രാറ്റിക് ആയിരിക്കണം, സെക്കുലർ ആയിരിക്കണം, അങ്ങേയറ്റം പ്രോ സ്റ്റുഡൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കണം. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല ഒരു VCയും ഒരു സർവകലാശാല. സർവകലാശാല എന്ന് വെച്ചാൽ എന്താണ്? അത് സ്വതന്ത്രമായ സ്ഥാപനമാണ്, വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. അവിടെ ഒരു പെർമിഷൻ എടുത്തിട്ട് പ്രൊട്ടസ്റ്റ് നടത്തണം എന്ന് പറയുന്ന സങ്കല്പത്തോടെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് ബ്രിട്ടീഷുകാരുടെ പെർമിഷൻ വാങ്ങിയിട്ടാണോ? അല്ലല്ലോ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ നമ്മൾ സമരം ചെയ്യുന്നത്, ഇപ്പൊ നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ നമ്മൾ NTA-ക്കെതിരെ സമരം ചെയ്യുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വാങ്ങിയിട്ടാണോ? അത് ജനാധിപത്യപരമായി അത് അവരുടെ എന്താ പറയാ ബാരിക്കേഡുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രക്ഷോഭം നടത്തുന്നത്. ലോകത്തെല്ലായിടത്തും ആ പ്രക്ഷോഭങ്ങൾ പെർമിഷന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ അതുകൊണ്ട് പെർമിഷൻ എന്ന് പറയുന്നത് സാങ്കേതികമാണ്. ആ പെർമിഷൻ ഒരു ഹാളിനെ സംബന്ധിച്ച്, ഹാളിലെ അധികാരിയെ സംബന്ധിച്ച് അവർക്ക് രേഖാമൂലം പെർമിഷൻ കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്ക് പെർമിഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഞങ്ങൾ പിന്നെ എന്താ പറയാ മെയ്ക്കരുത്തുള്ളവരാണ്, സംഘബലമുള്ളവരാണ് എന്ന ചിന്ത അത് ജനാധിപത്യ വിരുദ്ധമാണ്. SFI സംബന്ധിച്ച പ്രശ്നം എവിടാണ്? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കീഴ്വഴക്കങ്ങളോ മര്യാദകളോ നിലവിലുള്ള സമ്പ്രദായങ്ങളോ പാലിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന SFIയും യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധതയുടെ മറ്റൊരു മുഖമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഈ പറയുന്ന സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ മതേതര സമ്പ്രദായങ്ങളെ തകർക്കുന്ന രാഷ്ട്രീയത്തെ ചെറുക്കാനാവില്ല. അവിടെയാണ് ഇതിന്റെ അപകടം കിടക്കുന്നത്. അപ്പൊ
സർവകലാശാല വൈസ് ചാൻസലർമാരെല്ലാം തന്നെ ഏകദേശം ഇപ്പോ ശരി. ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ പാതയിൽ വരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. അത് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു കറുത്ത അധ്യായമാണ്. അത് സർവകലാശാലകൾ മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, രാജ്യം തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കണം. ഇപ്പൊ അദ്ദേഹം രേണുക പ്രാകൃതമായ സമരമുറയാണെന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് അദ്ദേഹം ഒരു വരി പറഞ്ഞു. അത് ആ വരി കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം അത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ. തീർച്ചയായും അതുകൊണ്ടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ അവസാനിച്ചതും അതുകൊണ്ടാണ്. അത് ഡിബേറ്റബിൾ ആണ് എന്ന കാര്യം SFI തന്നെ അംഗീകരിച്ചതുകൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ ഇല്ലാതിരുന്ന ശ്യാംരാജ് ആ വിഷയത്തിൽ എന്നെ ഏതോ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യുന്നത് കൊണ്ടാണ് ആ സമയത്ത് ഞാൻ അതിന് മറുപടി പറയാതിരുന്നതും. കാരണം അങ്ങനെ മാധ്യമപ്രവർത്തകരെല്ലാം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഇന്ന സ്ഥലത്ത് നിന്നോണം എന്ന് അവർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് തോന്നിയതും. ശ്രീ സഞ്ജീവ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ 2016-ലും 2017-ലും സമാനമായ നിലയിൽ SFIയുടെ ഭാഗത്തു നിന്ന് സമരങ്ങളുണ്ടായി. എങ്ങനെയാണ് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ നിങ്ങൾ ആർക്കെതിരെയാണോ പ്രതിഷേധം നടത്തുന്ന അവർ ആ വിഷയങ്ങളെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒന്ന് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചുകൊണ്ട്, പിന്നീട് ശവക്കല്ലറ ഒരുക്കിക്കൊണ്ട്, ഇപ്പോൾ വീണ്ടും അതിൻ്റെ ആവർത്തനം ഉണ്ടാവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ എങ്ങനെ വേണം വിദ്യാർത്ഥി സമരം എന്നതിൻ്റെ ഒരു വലിയ മാതൃക കണ്ടതിന് ശേഷമാണ് കോളേജുകളിൽ, സർവകലാശാലകളിൽ ഈ പ്രാകൃതമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്. കാലാനുസൃതമായ മാറ്റം സമരമുറകളിൽ വേണമെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതാണോ, അതോ സംഘപരിവാറിന് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ വന്നിരുന്ന് പറയാനുള്ള അവസരം നിങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്നതാണോ? സംഘപരിവാറിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്? അനുവാദം കൊടുത്തത് DC അല്ലേ? അനുവാദം കൊടുത്തത് ഗവർണർ അല്ലേ? അനുവാദം കൊടുത്തത് മന്ത്രിയല്ലേ? എനിക്കെതിരെ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ഇത് തന്നെയാണ് ഈ ഒളിച്ചുകളി. ഉള്ളിൽ നിന്ന് സംഘപരിവാർ ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ പ്രത്യയശാസ്ത്രവും ഗവർണർ BC-മാരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയാണ്. ഇപ്പൊ ഗവർണർക്ക് എവിടുന്നാണ് ഈ BC-മാരുടെ ലിസ്റ്റ് കിട്ടിയത്? ഏറ്റവും അവസാനം നിയമിക്കപ്പെട്ട കാർഷിക BC RSSന്റെ നേതാവാണ്. MG BC RSSന്റെ നേതാവാണ്. പ്രൊഫസർ സാജു കണ്ണൂർ BC സംഘപരിവാറിന്റെ നേതാവാണ്. ദുരൈപാണ്ടി മാവൂത്ത് എന്ന നേതാവ് സംഘപരിവാർ പരിഷത്തിന്റെ അധ്യാപക നേതാവല്ല എന്ന് ശ്യാംരാജ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അത് പറയുമെന്ന് എനിക്കറിയില്ല. കള്ളം ഇവരുടെ ജീവിത വ്രതമാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ചരിത്രപരമായി ഇവർക്ക് സംഘടനകൾ ഒരുപാടാണ്, മെമ്പർഷിപ്പ് ഇല്ലാത്ത സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ RSSന് പല കള്ളങ്ങളും പല രീതിയിൽ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ദുരൈപാണ്ടി മാവൂത്ത് ആണെങ്കിലും ഈ പറഞ്ഞ കാർഷിക BC ആണെങ്കിലും കണ്ണൂർ BC ആണെങ്കിലും ഇവരൊക്കെ ആരാൽ നിയമിക്കപ്പെട്ടവരാണ്. അവരുടെ നയവും അവരുടെ നിലപാടും എന്തൊക്കെ പറഞ്ഞാലും ഈ കേരളത്തിലെ സംഘപരിവാർ താല്പര്യങ്ങളെ, സർവകലാശാലകളെ ആകെ ഭരിക്കുന്ന രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്നോട് ചോദിച്ചു ഈ വിഷയത്തെ അവർക്ക് വേണ്ട വിധത്തിൽ നിങ്ങൾ പ്ലേസ് ചെയ്യായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഷാജർ ഖാൻ ആണെങ്കിലും ആൻ സെബാസ്റ്റ്യൻ ആണെങ്കിലും ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും ഈ വിഷയത്തിന്റെ മുറ്റിലേക്ക് ഇതുവരെ കടന്നു വന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന വഴിയിൽ എങ്ങനെ SFIയെ തല്ലാം എന്നുള്ളതാണ് ഷാജർ ഖാൻ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കേരളത്തിൽ സംഘപരിവാറിന് ഈ സർവകലാശാലകളെ കൈകളിലെത്തിക്കാനുള്ള നല്ല മണ്ണൊരുക്കി കൊടുത്തത്. അങ്ങയോട് വരും തലമുറ പൊറുക്കില്ല എന്ന് ഈ കേരളത്തെ സാക്ഷ്യപ്പെടുത്തി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അങ്ങ് ഇപ്പോ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തേക്ക് ചിലപ്പോൾ തള്ളുമായിരിക്കും. കാരണം അത് അങ്ങയുടെ ഉൾപ്പെടെയുള്ള കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അത് മറ്റൊന്നായിരിക്കാം. അതിന്റെ നിയന്ത്രണവും എല്ലാം മാറിയിട്ടുണ്ടാവും, മറ്റു രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകളാണ് മതനിരപേക്ഷ ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന കേരള സർവകലാശാലകളിൽ സംഘപരിവാറിന് ഇടപെടാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തത്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, ആ ഗോപിനാഥ് രവീന്ദ്രൻ ഇതുപോലെയുള്ള ഒരു സംഘപരിവാർ ബോധ്യമുള്ള ഒരു VC ആയിരുന്നു, ഒരു ചരിത്രകാരനാണ്. അപ്പൊ നിങ്ങൾ ആ കേസിൽ നിന്നായിരുന്നല്ലോ എല്ലാം തുടക്കം കുറിച്ചത്. ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ പറയുന്ന ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിന് കക്ഷി ചേർന്ന ആളുകളാണ് അങ്ങയുടെ ആളുകൾ കേട്ടോ. അതുകൊണ്ട് അങ്ങ് ക്ലാസ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ച പാപത്തിന്റെ ഫലം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. മാപ്പ് തരില്ല. അത് കൃത്യമായി ഓർത്തു വെച്ചോ. കേരളത്തിന്റെ SFIയുടെ
നേതൃത്വം എന്ന നിലയിൽ തന്നെയാണ് അങ്ങേ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങേ പോലുള്ള ആളുകളാണ് ഈ നിലയിലേക്ക് കേരളത്തിന്റെ സർവകലാശാലയെ ആക്കി തീർക്കുന്നതിൽ സംഘപരിവാറിനെ സഹായിച്ചിട്ടുള്ളത്. ഒരു സംശയവും ഞങ്ങൾക്ക് അതിലില്ല. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ തെമ്മാടിത്തരങ്ങളുടെ ഭാഗമായി ഇന്ന് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിനെതിരായ ചർച്ചയല്ലല്ലോ ശ്രീ സഞ്ജീവ്. ഞാൻ പറയാം, എനിക്ക് മറുപടി പറയാനുള്ള സമയം നിങ്ങൾ തരുമല്ലോ. അവര് പറഞ്ഞത് എനിക്ക് മറുപടി പറയണ്ടേ? അവര് ചുമ്മാ പറഞ്ഞിട്ട് SFIയുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നില്ലേ? ഞങ്ങൾ നടത്തുന്ന സമരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കൃത്യമായി ഏതെങ്കിലും വിഷയത്തിൽ വന്ന് അഡ്രസ് ചെയ്യാൻ പലപ്പോഴും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? SFI നടത്തുന്നു എന്ന ഒറ്റ എന്തുകൊണ്ടാണ് അതിന്റെ ദിശ മാറിയത്? എങ്ങനെയാണ് SFIയുടെ സമരമുറ അതായി പോയത് കൊണ്ടാണ് ആ നിലയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്. SFIയുടെ സമരമുറ അതായി പോയത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ 24 ദിവസമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന സഞ്ജീവ്, അതല്ലേ 35 ദിവസത്തിലധികം ഡൽഹിയിൽ സമരം നടന്നു. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ശവമഞ്ചം ഒരുക്കിയോ? സമാധാനപരമായി ജനാധിപത്യപരമായാണ് ആ സമരം നടന്നത്. RSS മേധാവിക്ക് വരെ ജൻസികളെ അംഗീകരിക്കേണ്ടി വന്നു. അവരെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്നില്ലേ? സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നില്ലേ? അപ്പോൾ സമരം നീണ്ടുപോയാൽ ഞങ്ങൾ ഇങ്ങനെ കാണിക്കുമെന്ന് പറയുന്നതാണോ? നിങ്ങൾ 2016 ഇത് ചെയ്തു, 2017 ഇത് ചെയ്തു, ഈ 2026 ചെയ്യുന്നു. അങ്ങ് വെറുതെ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ചോദിച്ചതിന് കൃത്യമായി ഉത്തരം പറയും. അല്ലാതെ ഞാൻ ശ്യാമരാജിനെ പോലെ നിങ്ങളോട് വെറുതെ കയർക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഉത്തരം പറയാനുള്ള എല്ലാ രാഷ്ട്രീയപരമായ ബാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കിയതുകൊണ്ടൊന്നും വേറെ കാര്യമില്ല. ഒന്നാമത് സൂമിലാണ് വന്നിരിക്കുന്നത്. അത് മര്യാദയോടുകൂടി നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ തുടരാം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ കുറെ ഷൗട്ട് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ കാണുന്നു പോലും. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഡൽഹിയിലെ സമരം 35 ദിവസത്തിലധികം നീണ്ടു. അവിടെ ഇങ്ങനെ ഒരു സമരമുറ കണ്ടോ? ആ സമരത്തിൽ പങ്കെടുത്തവരാണെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ആ സമരത്തിൽ നിങ്ങളൊന്നും വന്നില്ല, ഞങ്ങളാണ് പങ്കെടുത്തത്. SFI പങ്കെടുത്തത്, അതിന്റെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെയല്ലേ പറയുന്നത്. ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് എന്താ ഉത്തരം കൃത്യമായിട്ട് പറയുന്നത്? ഞാൻ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയാ, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. പിന്നെന്താണ്? നിങ്ങൾ അതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ CJPയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ആ സമരത്തിൽ ഇങ്ങനെ ഒരു സമരമുറ കണ്ടില്ല. അത് 35 ദിവസം നീണ്ടിട്ടും ആ നിലയിലേക്ക് മാറിയില്ല. അതിന് വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്കറിയാം. അത് പ്രശ്നമില്ല. തൽക്കാലം അതിനൊന്നും ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതല്ലല്ലോ ചർച്ച. ഞാൻ ഇതിലേക്ക് വരാം. അപ്പോ സമരം ചെയ്ത വിദ്യാർത്ഥികളെ VC മർദ്ദിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. VC മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു രേഖകളുമില്ല. അപ്പൊ ആ വിഷയത്തിൽ ആൻ സെബാസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അത് പോലീസ് തീരുമാനിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പെർമിഷൻ എടുത്തിട്ടില്ല എന്ന് വീണ്ടും ആൻ സെബാസ്റ്റ്യൻ ഇവിടെ ആവർത്തിക്കുന്നതായി കിട്ടും. ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, തരാത്തത് എന്തിന്റെ പ്രശ്നമാണ്? ഞങ്ങൾ ആ പരിപാടി നടത്തുന്നു, ഈ പറഞ്ഞ ഐഷി ഘോഷ് ആ പരിപാടിക്ക് വരുന്നു എന്നുള്ളതാണ് ഈ VCയുടെ പ്രശ്നം. അപ്പം അത്തരം ഒരു നിലപാടുണ്ടായാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ മന്ത്രി എടുക്കേണ്ട നിലപാട് എന്താണ്? ആ നിലപാട് ശരിയല്ല. നിങ്ങളൊരു യൂണിയൻ ചോദിച്ച പെർമിഷൻ കൊടുക്കണം എന്നാണല്ലോ നിലപാടെടുക്കേണ്ടത്. അതേ ഞങ്ങളും ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ കാലടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യെങ്കിൽ അതിൽ നല്ല ശുദ്ധ കള്ളം കയറി വന്നില്ലേ? 3 ദിവസത്തിനപ്പുറം ഒരു പരാതി കൊടുത്തു. ആ പരാതി സൂചിപ്പിച്ചതാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സഞ്ജീവ് തുടരുക. ഞാൻ താങ്കളിലേക്ക് വരാം. ആൻ സെബാസ്റ്റ്യൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആവർത്തിച്ച് എങ്ങനെയാണ് സർവകലാശാലകളിലൂടെ RSS കടന്നുകയറ്റം നടത്തുന്നത് എന്നത് പഠിപ്പിക്കുകയാണ്. വാതോരാതെ പറയുകയാണ്. അന്ധഭക്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്രമാത്രം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മന്ത്രിമാർക്ക് പോലും ആ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇവിടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് RSSന് കുട പിടിക്കുകയാണോ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനം ശക്തമായിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ മന്ത്രിമാരുടെ അഭിപ്രായം ഈ നിലയിൽ വരുന്നത്. SFI പ്രവർത്തകർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ഇട്ട് കേസെടുക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നത് വെറുതെയാണോ? ആരുടെയും മനസ്സിലോട്ട് കയറുന്നില്ലേ? രേണുക, ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം പെർമിഷൻ ചോദിക്കുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാത്തതിനെ നമുക്ക്, കാരണം അത് KSU ആണെങ്കിലും SFI ആണെങ്കിലും ABVP ആണെങ്കിലും MSF ആണെങ്കിലും ആ ചട്ടങ്ങൾ അത് സർവകലാശാല കൊടുത്തിട്ട് അത് നേരിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ മെയിൽ അയച്ചു എന്നാണ് പറയുന്നേ. മെയിൽ അയക്കുന്നു. ഇതുമായിട്ട് എന്താണ് സാങ്കേതികമായി തരാനുള്ള നിലപാട്? കൊടുത്തിട്ടല്ലേ? അപേക്ഷ കൊടുത്തിട്ടാണ് അത് നിരസിച്ചുകൊണ്ടുള്ള മറുപടി വരുന്നത്. അപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ പറഞ്ഞുതരൂ.
നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ തൊട്ട് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ നമ്മൾ ആ വേദി ഇവരവിടെ ഇല്ലാത്ത ആൾക്കാരല്ല. ഇവരുടെ കൃത്യമായി ഭരണവും യൂണിയൻ പ്രാതിനിധ്യം എല്ലാം ഉള്ള ഒരു സർവകലാശാലയിൽ ഇതുപോലെ ഒരു ഡിബേറ്റ് ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെറുതെ ഇത് നമുക്ക് സങ്കടമാണ്. കാരണം ABVP ഒന്നും ഒരു ചർച്ചയിൽ ഇതുപോലെ ഇരിക്കാൻ ഒരു ഇടം കൊടുക്കുന്നത്. ഗവർണറുടെ അസാധാരണ നടപടിക്ക് കണ്ണൂർ സർവകലാശാലയിലെ കാര്യം അത് നോക്കൂ, അത് വളരെ സ്വാഭാവികമായി VC കഴിഞ്ഞ ഗവർണർ നേരിട്ട് നിയമിച്ച VC എടുത്ത സമീപനമാണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. അതിന് പിന്നാലെ സിസ തോമസുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഗവർണർ DGPയെ വിളിച്ചു വരുത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ വളരെ സത്യസന്ധമായി അല്ലെങ്കിൽ എന്താണോ തമ്പ്രാൻ ഓർഡർ ചെയ്യുന്നത് അതനുസരിച്ച് നടക്കട്ടെ എന്ന നിലയിലുള്ള സമീപനമാണോ സ്വീകരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ സംഘപരിവാർ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് വൈസ് ചാൻസലർമാരെയും സർവകലാശാലകളെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം സമരത്തിന്റെ ക്രെഡിറ്റിനപ്പുറം അതിനെ എതിർക്കണമെന്ന് പറയുന്നവരാണ് നമ്മൾ എല്ലാവരും. ഞാനിപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ പാറ്റ ഇതുമായി ബന്ധപ്പെട്ട ബോർഡ് വെച്ചതിന് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെച്ച ഇഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നു. അഭിനവ് ചെയർമാനായിട്ടുള്ള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യൂണിയനിൽ. അതിനെതിരെ ഇവിടെ SFIയുടെ യൂണിയനെ പിന്തുണച്ചുകൊണ്ട് KSU ഒരു ഫ്ലെക്സ് ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിരുന്നു. വലിയ KSUവിന്റെ ഇതില് ഈ പറയുന്ന സംഘപരിവാർ മെന്റാലിറ്റി ഉള്ള വൈസ് ചാൻസലർക്കെതിരെ വിദ്യാർത്ഥികളുടെ യൂണിയൻ ഫണ്ട് തടഞ്ഞു വെക്കുന്ന പ്രവൃത്തിക്കെതിരെ SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയന്റെ കാര്യങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് KSU വെച്ച ബോർഡ് വെറും 48 മണിക്കൂറാണ് അവിടെ ഇരുന്നത്. അവർക്ക് കോടതിയിൽ നിന്ന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കോടതി വിധി വന്നതിന് ശേഷം KSUവിന്റെ ബോർഡ് ഇവിടെ എടുത്തു കളയുകയാണ് SFI ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട പരാതിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ഇവരെ പിന്തുണയ്ക്കാൻ പറ്റാത്തതെന്ന് രേണുക മനസ്സിലാക്കണം. ഇവിടെ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഫോർമാലിറ്റീസിനെ കുറിച്ചൊക്കെ സമരം ചെയ്താൽ കേസ് എടുക്കുമെന്നൊക്കെ മുന്നേ ഇപ്പൊ നമ്മൾ ചർച്ചയിൽ കേട്ടു. സമരം ചെയ്താൽ കേസ് എടുക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് ആ കേസ് നടത്തിയ ആളാണ് ഞാൻ. MG യൂണിവേഴ്സിറ്റിയുടെ കവാടം ഈ വൈസ് ചാൻസലറും രജിസ്ട്രാറും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ കവാടം തല്ലിപ്പൊളിച്ച് SFI സമരം ചെയ്തിട്ട് ഒരു കേസ് പോലും ഒരു ചെറിയ വകുപ്പ് നമ്മൾ എല്ലാവരും സമരം ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഗൗരവകരമായിട്ടുള്ള വകുപ്പുകൾ ഇടണമെന്നില്ല. എന്നാലും ഒരു സമരം അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ PDPP ഉൾപ്പെടെയുള്ളത് ചുമത്തി അല്ലെങ്കിൽ ചെറിയൊരു വകുപ്പെങ്കിലും പേരിനെങ്കിലും പോലീസ് കേസ് എടുക്കണം. ഇവിടെ മുഴുവൻ മാധ്യമങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും സാക്ഷ്യമായിട്ട് SFI നടത്തിയ സമരത്തിനെതിരെ ഒരു FIR ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ ഇതിൽ നമുക്ക് കോടതിയിൽ പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് എന്തുകൊണ്ടാണ് നമുക്ക് ഇവര് പിന്തുണയ്ക്കാൻ പറ്റാത്തത്? ഇപ്പൊ CJP അവിടെ നടത്തിയ സമരത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെയോ നരേന്ദ്രമോദിയുടെയോ ഇതുപോലെയുള്ള ശവഘോഷയാത്രയോ നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യ ഇങ്ങനെയാണോ അവരെ കാണുക? അപ്പൊ ഇവർക്ക് അറിയാണ്ടല്ല, സംഘപരിവാറിനെ ഫൈറ്റിലേക്ക് കൊണ്ടുവരണം. ഇവർക്ക് ആ ഫൈറ്റ് നിർത്തി അവർക്ക് ഇടം കൊടുക്കാണ്. ഇവിടെ ഗവൺമെന്റിന്റെ സംഘപരിവാർ അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കറ തീർന്ന ഒരു സംഘപരിവാർകാരനെ, അത്രയും ഉള്ള ഒരു RSSകാരനെ കേരളത്തിലേക്ക് ക്ഷണിച്ച് അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി അതിനെതിരെ ഒരു അക്ഷരം ഇല്ലാത്ത സഖാക്കളാണ് ഇപ്പൊ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. അവരുടെ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു അസാധാരണ നീക്കം ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് പോലീസ് ആക്ട് ചെയ്യുന്നത്, അവർക്കെതിരെ കേസുകൾ എടുക്കുന്നത്, ഈ വകുപ്പുകൾ പ്രകാരം കേസുകൾ എടുക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടി VC വേണ്ട എന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട എന്ന് അവരെ അറിയിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മോഹൻ കുന്നുമ്മൽ, എന്താണ് RSS വേദിയിൽ പോയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിങ്ങൾ വളരെ ഇത് ശരിയാണോ, ഇങ്ങനത്തെ സമരം ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു VC പറയുന്നത് വന്ദേ മാതരം പാടാത്തത് ആരാണെന്നാണ് VC പറഞ്ഞത്? ഇവിടെ പൊതു ഇടത്ത് പറയാൻ പറ്റുന്നതാണോ ഒരു VC ഉപയോഗിച്ച വാക്കുകൾ? അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും തരാം. ഇവിടെ 1-2 പരാമർശങ്ങൾ ഉണ്ടായത്. ഒന്ന്, RSSനായിരിക്കോ കൂടെ പിടിച്ചു എന്ന് പറഞ്ഞു. ഒന്ന്, RSSന് നിങ്ങളുടെ ഒരാളുടെയും കൂടെ ആവശ്യമില്ല. ഞങ്ങൾ നല്ല വെയിൽ കൊണ്ട് നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്, കേരളത്തിലും വന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെയാണെങ്കിൽ 3 MLAമാരുണ്ട്. നിങ്ങളുടെ ഒരു കുടയും ഇല്ലേലും ഞങ്ങളിവിടെ വളരും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം പിന്നെന്താ, സംഘപരിവാറിന് ഇടം കൊടുത്തു, അത് ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളാരും ഇടം തരേണ്ടത്, നിങ്ങളിടം തരാൻ നിങ്ങളാരാണ്?
ഈ രാജ്യത്ത് ഇവരാരാണെന്ന് നോക്കിയിട്ട് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന എടുത്തു. ഞാൻ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചാണ്. ABVPയുടെ നാഷണൽ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ BJP ഉള്ളതാണ്. ഒന്ന് നിങ്ങളൊന്നും ഇടം തരേണ്ട ആവശ്യമില്ല. ഇവിടെ ABVPക്ക് വളരണമെങ്കിൽ, ഈ രാജ്യത്തും ഈ കേരളത്തിലും വളരണമെങ്കിൽ നിങ്ങളാരുടെ ഇടം തന്നിട്ടൊന്നുമില്ല. അത് ഞങ്ങൾ വളർന്നിട്ട് തന്നെയാണുള്ളത്. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ പറയുക, നിങ്ങൾ അത്തരത്തിലുള്ള വാചകങ്ങളെ കൊണ്ടുവന്നിട്ട് വെറുതെ ഈ കുളക്കോഴി മലന്ന് കിടന്നിട്ട് ആകാശം താഴേക്ക് വരുമ്പോൾ തടയാനാണെന്നുള്ള വിചാരം കാണിക്കരുത്. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, പതിറ്റാണ്ടുകളായിട്ട് ഇടതുപക്ഷം അവരുടെ രാക്ഷസ കോട്ടകളായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. ഞാൻ പഴയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു പഴയ VC ഉണ്ട്, ഗോപിനാഥ് രവീന്ദ്രൻ. ഇങ്ങനെ പണി എന്തായിരുന്നറിയോ, CPMന്റെ പ്രോഗ്രാമിന് ഡൽഹിയിൽ പോയിട്ട് അവരുടെ കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കലായിരുന്നു. ആ ഫോട്ടോ എനിക്കൊരാൾ അയച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പാർട്ടിയുടെ പറയട്ടെ RSS VCമാർക്ക് CPMന്റെ പരിപാടി പങ്കെടുക്കാമെങ്കിൽ RSSന്റെ പരിപാടിയിലും പങ്കെടുക്കാം. RSS സാംസ്കാരിക സംഘടനയാണ്, CPM എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഇവർ BJPയുടെ പ്രോഗ്രാമിനല്ല വന്ന് RSSന്റെ പ്രോഗ്രാമിന് വന്നിട്ടുള്ളത്. പണ്ടും വന്നിട്ടുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്, ഇനിയും വരും. ഒരു കാര്യം. രണ്ട്, ഈ പറഞ്ഞ ഗോപിനാഥ് രവീന്ദ്രനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഡൽഹിയിൽ നിൽക്കുന്ന VCമാരുണ്ടാണെന്നാണ് നിങ്ങൾ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞില്ല. ഇവിടെ കാലടി യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ എടുത്തു, ഗീതാകുമാരി എന്ന് പറയുന്ന അവിടുത്തെ മുൻ VC, അവര് BFA ജയിക്കാത്തയാൾക്ക് MFAക്ക് അഡ്മിഷൻ കൊടുത്തു. അതിലുള്ള ആൾക്കാർ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും നടക്കൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കേരളത്തിൽ മാബു സാറിനെ കുറിച്ച് പറഞ്ഞു, കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് വന്നിരിക്കുക. എന്താ ഇവർക്ക് ആക്കാൻ വേണ്ടി പറ്റാതിരുന്നത്? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷന് കുറവുണ്ടോ നിങ്ങൾ പറ. ഈ മാവു സാറിന് അടക്കമുള്ള ആളുകളുടെ ക്വാളിഫിക്കേഷൻ കുറവില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് തുള്ളുന്ന ആളുകൾ VCമാരും അധ്യാപകരാണെന്നുള്ള നിങ്ങളുടെ തിട്ടൂരത്തിന്റെ കാലം കഴിഞ്ഞു, മനസ്സിലാക്കിക്കോ. ഇനി അങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഒന്ന്, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ചർച്ചയാവാം, സമരം ചെയ്യാം, ഒരു പ്രശ്നമില്ല അതിൽ. അതാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ RSS പരിപാടിയിൽ വന്നതുകൊണ്ട് ഇനി അവരങ്ങനെ ഇരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത്രയേ ഉള്ളൂ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. സർവകലാശാലകൾ വീണ്ടും കലുഷിതമാകുന്നു എന്നതായിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നത് 84% പേർ, അല്ല എന്ന് പറയുന്നത് 12% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയവർ 4%. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും.